ഹായ്, വിടാമുയർച്ചി അജിത് കുമാറിന്റെ വിടാമുയർച്ചി. റൈറ്റർ, ഡയറക്ടർ മകൾ തിരുമേനി, മ്യൂസിക് അനിരുദ്ധ്, എഡിറ്റർ എൻ ശ്രീകാന്ത്, സിനിമാറ്റോഗ്രാഫി ഓം പ്രകാശ്, ആക്ഷൻ കൊറിയോഗ്രഫി സുപ്രീം സുന്ദർ. എങ്ങനെയുണ്ട് സിനിമ? അത് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അതായത് ഇതൊരു മാസ് മസാല സിനിമയല്ല എന്നും, ഇതിനകത്ത് ഒരു സീൻ പോലും നിങ്ങളൊരു മാസ് എലിവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അജിത്തിന്റെ എന്താ പറയാ ഹീറോ അല്ലെങ്കിൽ സ്റ്റാർഡം എലിവേറ്റ് ചെയ്യാനുള്ള ഒരു സീൻ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വച്ചു തുടങ്ങുന്ന ഒരു സിനിമയാണ്. അതായത് ഒരു സിനിമ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലേക്ക് രണ്ട് ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുന്ന പോലെ സിനിമ തുടങ്ങുമ്പോഴേ അജിത്തും തൃഷയും എൻ്റർ ചെയ്യുന്നു. അവരൊരു റോഡ് ട്രിപ്പിന് പോകുന്നു. അവിടെ വെച്ച് അവര് അർജുനെയും റെജീനയെയും കാണുന്നു. അത് കഴിഞ്ഞ് ആരവിനെ കാണുന്നു. അങ്ങനെ മറ്റു ക്യാരക്ടേഴ്സ് പതിയെ പതിയെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രിമിസസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഇത് എങ്ങനെ അൺഫോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സിനിമ നടക്കുന്നത് അസർബൈജാനിലാണ്. അപ്പൊ ബാക്കുവിലാണ് ഈ സിനിമ ബേസിക്കലി ഈ കഥ നടക്കുന്നത് തന്നെ. അപ്പം ഇവര് ബാക്കു എന്നും ടിബിൽസി എന്ന് അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്, ജോർജിയയിലേക്ക് പോകുന്ന ആ ഒരു റോഡ് ട്രിപ്പിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഈ അസർബൈജാനിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന തമിഴല്ല. സാധാരണ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് തമിഴ് സിനിമകളിൽ. ജർമ്മനിയിൽ പോയാലും അമേരിക്കയിൽ പോയാലും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയാലും ബോംബെ പോയാലും അവിടെ ഉള്ള ആക്ടേഴ്സ് തമിഴായിരിക്കും സംസാരിക്കുക. ഇതിനകത്ത് ആ പ്രശ്നമില്ല. അവര് അസർബൈജാനി ലാംഗ്വേജ് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് എത്ര തമിഴ് ഓഡിയൻസിന് അല്ലെങ്കിൽ മറ്റു ഓഡിയൻസിന് ഇത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും, സബ്ടൈറ്റിൽ ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഈ സിനിമയ്ക്ക്. അത് ആക്ച്വലി ഒരു നല്ല പോയിന്റ് ആണ്. അതായത് ഇങ്ങനെയുള്ള സിനിമകൾ വരണം എന്നുള്ളത്. അതായത് വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ് സംസാരിക്കുന്ന രീതിയിലാക്കി അതിന്റെ ഒരു മൊത്തം എസെൻസ് നഷ്ടപ്പെടാതെ അത് ഒരു എന്താ പറയാ അവരുടെ ലാംഗ്വേജ് തന്നെ കാണിക്കുന്നത് ഒരു നല്ലൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഈ സിനിമ സ്റ്റേജ് ചെയ്തേക്കുന്ന ടെറൈൻ അത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ടോപ്പ് നോച്ച് ആണ് കാര്യത്തിൽ. പ്രത്യേകിച്ച് ചില ടോപ്പ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ഷോട്ടാണ്. അതുപോലെ അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസ്, അർജുന്റെ പെർഫോമൻസ്, ഇതെല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ ആണ്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹോളിവുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റൈലിൽ എടുത്തേക്കുന്ന ഒരു സിനിമ, ഒരു തമിഴ് സിനിമ. അത് ആ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എടുക്കാൻ വേണ്ടി സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഒരു 100%ലേക്ക് അതിന്റെ ഒരു റിസൾട്ട് എത്തിയതുമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് ലൈക്ക പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മകൾ തിരുമേനി ഡയറക്റ്റ് ചെയ്യുന്നു, അജിത്തിനെ പോലെ ഒരു സ്റ്റാർ അഭിനയിക്കുന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ എത്രയൊക്കെ നോർമൽ ആക്കാൻ ശ്രമിച്ചാലും നമുക്ക് അറിയാം അജിത്ത് ഈസ് ദ മാസ് ഓഫ് ഓപ്പണിംഗ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക കിങ് ഓഫ് മാസസ് ആണെന്ന് നമുക്കറിയാം. അപ്പം എത്ര നോർമൽ ആക്കിയാലും ചില മൊമെന്റ്സ് എങ്കിലും അവിടെ അത് എന്താ പറയുക ഒരു മാസ് സീൻ വേണം എന്നൊന്നുമല്ല, പക്ഷെ എലിവേഷന് വേണ്ട കുറെ സാധനം നമുക്ക് അതെല്ലാം ഫീൽ ചെയ്യുന്ന രീതിയിൽ അനിരുദ്ധ് മ്യൂസിക് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങി അജിത് കുമാർ വിടാമുയർച്ചി എന്ന് എഴുതി കാണിക്കുമ്പോൾ തൊട്ട് എൻ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്നവരെ അനിരുദ്ധിന്റെ മ്യൂസിക് ബ്രില്യൻ്റ് ആണ്. അതായത് ആ ടെറൈനെ സ്യൂട്ട് ചെയ്യുന്ന രീതി, ആ ഇമോഷനെ സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ BGM-ഉം മ്യൂസിക്കും അതിന്റെ ബ്ലെൻഡും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും മോശമാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം അതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. എക്സെപ്റ്റ് ഒരു ഒറ്റ സീൻ, കാറിനകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അതിനകത്ത്. അത് ക്യാമറാമാന്റെ മികവ് കൊണ്ടാണോ അതോ കൊറിയോഗ്രഫി നന്നായതുകൊണ്ടാണോ അത് കുറച്ചൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതല്ലാതെ ബ്രില്യൻ്റ് ആക്കാവുന്ന ഒരുപാട് സീൻസ് അത്രത്തോളം വന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമ ആക്ച്വലി മകൾ തിരുമേനി എന്ന് പറഞ്ഞ ഡയറക്ടർ, നിങ്ങൾ അങ്ങേരുടെ തടമോ അല്ലെങ്കിൽ കാലിക തലവൻ അങ്ങനെ എന്തോന്ന് അതിന്റെ പേരെന്തോന്നു, മീഗാമൻ, ഈ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പുള്ളിയുടെ റൈറ്റിംഗ് ആണ്. ആക്ച്വലി പുള്ളിയുടെ സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ മൈനസ് ആണ് അത്, ഇതിന്റെ സ്ക്രീൻ പ്ലേ. സാധാരണ ഏത് അഡാപ്റ്റേഷൻ എടുക്കുമ്പോഴും അതിനകത്ത്
ആ എസെൻസ്, ആ സോള് നമുക്ക് മിസ്സാവും. അത് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് സംഭവിച്ചതെന്ന് എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ഉള്ളത്. അതായത് ബ്രില്യൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വെൽ മ്യൂസിക് ഉള്ള ടോപ്പ് ക്വാളിറ്റിയിൽ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമ അതിൻ്റെ സ്ക്രീൻ പ്ലേയിലുള്ള പാളിച്ചകൾ കൊണ്ട് മാത്രം അത് ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇല്ലാതിരിക്കുക. അതായത് നല്ല ആക്ടേഴ്സ്, നല്ല പെർഫോമൻസ്, നല്ല മ്യൂസിക് എല്ലാം ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പക്ഷേ ഈ സിനിമ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് തരുന്നില്ല. നമ്മൾ കണ്ട് കഴിയാറാവുമ്പോഴത്തേക്കും ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നാ മതി എന്നായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പം എൻ്റെ അഭിപ്രായത്തില് ഒരു ഗംഭീര ക്വാളിറ്റിയിൽ മേക്ക് ചെയ്ത് എന്തൊക്കെയോ പ്രതീക്ഷ ചെയ്യാൻ ശ്രമിച്ച് എന്നാ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാതെ പോയ ഒരു അജിത് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊരു ഭയങ്കര തല ഫാനാണ്. പക്ഷെ എനിക്ക് ഇതൊരു നിരാശയായിരുന്നു. ഇത് ചിലപ്പം ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പം വേറെ ഒരു അഭിപ്രായമായിരിക്കും. അപ്പം നിങ്ങൾ ഈ സിനിമ കാണുക, കണ്ടിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വി മീറ്റ് അഗൈൻ. സി യു.